ഹാർട്ട് അറ്റാക്ക് എന്നുള്ള വാക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇത് പലതരത്തിൽ സംഭവിക്കാം. ഇതിന്റെ ഗൗരവം പല രീതിയിൽ പുറത്തേക്ക് വരാം. ഇതിന്റെ ചികിത്സ വളരെ വ്യത്യസ്തമായ രീതിയിൽ വേണ്ടതായിട്ട് വരാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില അറ്റാക്കുകൾക്ക് ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരാം. മറ്റു ചില അറ്റാക്കുകൾക്ക് ഇഞ്ചക്ഷൻ ചികിത്സ മാത്രം മതി. ഇനി വേറെ ചില അറ്റാക്കുകൾക്ക് ഇഞ്ചക്ഷനോ ആൻജിയോപ്ലാസ്റ്റിയോ ഒന്നും തന്നെ വേണ്ട. ഏതൊക്കെ തരത്തിൽ അറ്റാക്ക് സംഭവിക്കാം നമുക്ക് നോക്കാം. ഒന്നാമത്തത് സ്റ്റെമി അറ്റാക്കുകളാണ് നമ്മൾ സാധാരണഗതിയിൽ മാസീവ് ഹാർട്ട് അറ്റാക്ക്, വലിയ അറ്റാക്ക് എന്നൊക്കെ പറയാം. പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നു, വിയർക്കുന്നു, ഐസിയുലേക്ക് എടുത്തുകൊണ്ടുപോകുന്നു. ഇവിടെ സംഭവിക്കുന്നത് രക്തധമനിക്കകത്ത് പ്ലാക്ക് ഉള്ളത് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടുകയാണ്. എന്നിട്ട് അതിനകത്ത് നിന്നുള്ള ചേറ് പുറത്തേക്ക് വരുന്നു. ആ ഭാഗത്ത് സെക്കൻഡുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തധമനി മുഴുവനായിട്ട് 100% എന്ന രൂപത്തിൽ രക്തയോട്ടം നിന്നു പോവാണ്. ഇങ്ങനെ രക്തയോട്ടം ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ രക്തയോട്ടം കിട്ടാത്ത ഭാഗത്തുള്ള മാംസപേശികൾ കംപ്ലീറ്റ് ആയിട്ട് മരിച്ചു പോകുന്നു. ഇതാണ് സ്റ്റെമി അറ്റാക്കുകൾ. സ്റ്റെമി അറ്റാക്കുകൾ ECG നോക്കിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. മാത്രമല്ല ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് വെറും 90 മിനിറ്റുകൾക്കകത്ത് തന്നെ ആ രക്തധമനി ആൻജിയോപ്ലാസ്റ്റി വഴി തുറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടിയിട്ടില്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകാം, മരണം വരെ സംഭവിക്കാം. രണ്ടാമത്തെ തരം അറ്റാക്കാണ് എൻസ്റ്റെമി അറ്റാക്ക് സംഭവിക്കുമ്പോൾ രക്തധമനി മുഴുവനായിട്ടോ 100% അടഞ്ഞു പോകുന്നില്ല. അവിടെ പ്ലാക്ക് പൊട്ടിപ്പോകുന്നുണ്ട്, രക്തം കട്ട പിടിക്കുന്നുണ്ട്. പക്ഷേ രക്തധമനി ഒരു 80, 90, 95% ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് രക്തോട്ട് അവിടെ സംഭവിക്കുന്നുണ്ട്. ഹൃദയ മാംസപേശികൾക്ക് വരുന്ന കേട് അത്ര ഗൗരവം ആവണമെന്നില്ല. ഒരു പാർഷ്യൽ അറ്റാക്ക് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. എൻസ്റ്റമിയിൽ വരുന്ന ECG മാറ്റങ്ങൾ വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് ECG കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. ട്രോപ്പോണിൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ മാത്രമേ എൻസ്റ്റമി അറ്റാക്കുകൾ ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുകയുള്ളൂ. ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ അറ്റാക്ക് പോലെയല്ല. കുറച്ച് സമയത്തേക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് പിന്നീട് ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്താലും മതിയാവും. മൂന്നാമത്തെ അറ്റാക്കാണ് മിനോക്ക. ഇതൊരു മിസ്റ്ററി അറ്റാക്കാണ്. മിനോക്ക എന്ന അറ്റാക്ക് സംഭവിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കിലെ എല്ലാ മാറ്റങ്ങളും ECGയിലും ട്രോപ്പോണിൻ ബ്ലഡ് ടെസ്റ്റിലൊക്കെ കാണാം. പക്ഷേ രക്തധമനികൾ ആൻജിയോഗ്രാം വഴി ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ ആയിരിക്കും. ഇത് കൂടുതലും സംഭവിക്കുന്നത് സ്ത്രീകൾക്കായിരിക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്. ഇതിന്റെ കാരണങ്ങൾ ചിലപ്പോൾ രക്തധമനിക്ക് അകത്ത് ബ്ലോക്ക് ഇല്ലാതെ രക്തധമനി ചുങ്ങുന്ന അവസ്ഥ, അതല്ലെങ്കിൽ ആൻജിയോഗ്രാമിൽ പോലും കാണാത്ത കൊച്ചു രക്തധമനികളുടെ കേടുകൾ, അതുമല്ലെങ്കിൽ രക്തധമനിക്കകത്ത് താൽക്കാലികമായിട്ട് ഒരു ക്ലോട്ട് വന്ന് നീങ്ങിപ്പോയിട്ടുണ്ടാവാം. മിനോക്ക അറ്റാക്കുകളുടെ റിസ്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മരുന്ന് ചികിത്സ മാത്രം മതിയാവും. നാലാമത്തെ തരം അറ്റാക്കാണ് സ്കാഡ് അറ്റാക്കുകളും സ്ത്രീകൾക്ക് സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത. ഇതിനകത്ത് രക്തധമനിക്ക് വിള്ളലുകൾ സംഭവിക്കുകയാണ്. ഈ വിള്ളലിനകത്ത് രക്തം കട്ടപിടിച്ചിട്ടുണ്ടാവാം. ഇത് കൂടുതലും സംഭവിക്കുന്നത് ഗർഭാവസ്ഥയിലോ പ്രസവത്തിന് ശേഷമോ ആയിരിക്കാം. മറ്റു ചിലർക്ക് വളരെ ആയാസപ്പെട്ട് ജോലി ചെയ്യുന്ന സമയത്ത് സംഭവിക്കാം. കൂടിയ സ്ട്രെസ്സും ടെൻഷനും വരുന്ന സമയത്ത് സംഭവിക്കാം. ചില പ്രത്യേകതരം വാദങ്ങളുള്ളവർക്ക് സംഭവിക്കാം. ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി പലപ്പോഴും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മരുന്ന് ചികിത്സ മാത്രം മതിയാവും. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തത് സൈലന്റ് അറ്റാക്കുകളാണ്. ഇവിടെ ഹാർട്ട് അറ്റാക്കിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, രക്തധമനിയിലെ ബ്ലോക്ക്, മാംസപേശികളുടെ കേട്, ബ്ലഡ് ക്ലോട്ടിങ് എല്ലാം നടക്കുന്നുണ്ടെങ്കിലും രോഗിയെ സംബന്ധിച്ചിടത്തോളം വേദന അനുഭവിക്കാത്തത് കൊണ്ട് കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ വരുന്നു. ഇത് അപകടമാണ്. അങ്ങനെയുള്ള പല വ്യക്തികൾക്കും ഹാർട്ടിന്റെ പമ്പിംഗ് ശക്തി അവർ പോലും അറിയാതെ കുറഞ്ഞു പോകുന്നുണ്ട്. പലപ്പോഴും നെഞ്ചുവേദന അല്ലാത്തൊരു ക്ഷീണമോ വിയർക്കലോ മാത്രമായിരിക്കും അവർ അനുഭവിച്ചിട്ടുണ്ടാവുക. കൃത്യമായി ചികിത്സ കിട്ടാത്തത് കൊണ്ട് സൈലന്റ് അറ്റാക്ക് വന്ന വ്യക്തികൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള റിസ്ക് കൂടുതലാണ്. ആറാമത്തത് ഡിമാൻഡ് ഇസ്കീമിയ എന്ന് പറയും. ഇവിടെ രക്തധമനിക്കകത്ത് പ്ലാക്ക് പൊട്ടുന്നൊന്നുമില്ല. പക്ഷേ ഹൃദയമാംസപേശികൾക്ക് കൂടുതൽ ഓക്സിജനും രക്തവും ആവശ്യമുണ്ടാവുന്ന സമയത്ത് അത് എത്തിച്ചു കൊടുക്കാൻ രക്തധമനികൾക്ക് പറ്റാതെ വരുന്ന സാഹചര്യം. ഇത് പലപ്പോഴും സംഭവിക്കുക BP കുറഞ്ഞാൽ, ശരീരത്തിൽ കടുത്ത ഇൻഫെക്ഷൻ വരുന്ന സമയത്ത്, തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, രക്തത്തിന്റെ അളവ് വളരെ കുറയുന്ന അനീമിയ ഉള്ളവർക്ക്, ഹാർട്ടിന്റെ ലോഡ് കൂടുന്നവർക്ക്, ഇങ്ങനെയുള്ളവർക്ക് ആൻജിയോഗ്രാം നോർമൽ ആണെങ്കിൽ പോലും അറ്റാക്ക് സംഭവിക്കാം.